എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റീഡേഴ്സ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരാത്മകഥയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ മിസൈൽമാൻ ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹം രചിച്ച വിങ്സ് ഓഫ് ഫയർ എന്ന ആത്മകഥ. ഇന്ത്യയിലെ യുവത്വത്തിനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം തിരഞ്ഞെടുക്കാൻ രണ്ടാമതൊന്ന് എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല. ഈ പുസ്തകത്തെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് പറയാൻ ആഗ്രഹമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ഒരു ചെറിയ ഭാഗം വായിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു ചെറിയ കഥാംശം. കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ വെച്ചുണ്ടാക്കി കൊടുത്ത രുചിയേറിയ ഭക്ഷണം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ, പിന്നീട് സഹോദരി ഭർത്താവായി മാറിയ ജൈനുലാബ്ദീൻ, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒരു സുഹൃത്തും സഹായിയുമായിരുന്നു. അദ്ദേഹത്തിനെ ആദ്യമായി സ്വപ്നം കാണാൻ പഠിപ്പിച്ച മനുഷ്യൻ. അതുപോലെ തന്നെ അന്ന് വായിച്ച് ഏറെ ഇഷ്ടം തോന്നിയ ഒരു ഭാഗം, അദ്ദേഹത്തിൻ്റെ പിതാവും തൊട്ടടുത്ത രാമേശ്വരം ക്ഷേത്രത്തിലെ പ്രധാന ശാന്തിയുമായിരുന്ന പൂജാരിയും ലക്ഷ്മണ ശാസ്ത്രിയും തമ്മിലുള്ള സൗഹൃദം വളരെ മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. ഇത്തരം കഥകൾ അല്ലെങ്കിൽ ഇത്തരം സംഭവ വികാസങ്ങൾ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നത് കുട്ടികളിൽ സ്നേഹവും സാഹോദര്യവും വളർത്തിയെടുക്കാനാണ്. ഇന്ത്യക്കാരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു എന്നതിൽ ഉപരി അദ്ദേഹം കൊണ്ടു നടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു രാഷ്ട്രപതി എന്ന നിലയിൽ, ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം ജീവിത ഉടനീളം കാത്തു സൂക്ഷിച്ച അദ്ദേഹത്തിൻ്റെ പ്രൗഢി എന്ന് പറയുന്നത് അദ്ദേഹം സാംശീകരിച്ച മൂല്യങ്ങളും അദ്ദേഹം കൊണ്ടു നടന്ന നന്മകളുമാണ്. ഈ ഒരു ആരാധനയിൽ തുടങ്ങിയതാണ് എനിക്ക് കലാമിനോടുള്ള സ്നേഹം. അദ്ദേഹത്തെ കാണുവാൻ തൊട്ടടുത്തൊരവസരമുണ്ടായിട്ടും നഷ്ടപ്പെട്ടതിൽ സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് ചെറിയ വിഷമമുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം രാമേശ്വരം സന്ദർശിക്കാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. നിർഭാഗ്യവശാൽ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിക്കാത്തതിൽ ദുഃഖമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ജനിച്ച വീടും ആർട്ട് ഗ്യാലറിയും അദ്ദേഹത്തിനെ അടക്കം ചെയ്ത രാമേശ്വരത്തെ കടൽ തീരവും അദ്ദേഹം ധരിച്ച യൂണിഫോമും അദ്ദേഹത്തിന് കിട്ടിയ മെഡലുകളും ഒക്കെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നി. ഇന്ത്യക്ക് അഭിമാനത്തോടെ പറയാവുന്ന ഓരോ ഇന്ത്യക്കാരനും എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു മാതൃകയാണ് ഡോക്ടർ കലാം. ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസത്തിനും അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനും ലീഡർഷിപ്പ് ക്വാളിറ്റിക്കുമൊക്കെ അപ്പുറത്ത് ഈ ഭൂമിയിൽ ഒന്നും അവശേഷിക്കാതെ, ഒരു സമ്പാദ്യവും ശേഷിപ്പിക്കാതെ പോയ അദ്ദേഹം ഏറ്റവും വലിയ സമ്പത്തിന് ഉടമയായിരുന്നു. നല്ല വ്യക്തിയായ ശാസ്ത്രജ്ഞൻ. ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ആശയം, ഗുരുത്വം എന്ന് പറയുന്ന ആശയം ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടന്ന അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ പല ഭാഗത്തും ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ വന്ന പല ഘട്ടത്തിലും ജീവിതത്തിൽ ഉയരങ്ങൾ കയ്യെത്തിപ്പിടിക്കുമ്പോഴും തന്നെ പിച്ചവെച്ച് നടക്കാൻ സഹായിച്ച അദ്ദേഹത്തിൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും എല്ലാ കാലവും അദ്ദേഹം നന്ദിയോടെ ഓർക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. സ്വപ്നത്തെയും വിജയത്തെപ്പറ്റിയും ഒക്കെ പറയുമ്പോൾ എന്നെ കൂടുതൽ ആകർഷിച്ചത് അദ്ദേഹം പറഞ്ഞ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ രാമേശ്വരത്ത് പോയപ്പോൾ ഞാൻ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ആർട്ട് ഗ്യാലറിയിൽ നിന്ന് ഒരു പുസ്തകം വാങ്ങി. യു ആർ യുണീക്ക് എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. യുണീക്ക് എന്ന വാക്ക് എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാനന്ന് ആ പുസ്തകം വായിച്ചത്. പിന്നീട് ഞാൻ ഒരു പബ്ലിക്കേഷനും ആ പുസ്തകം റിലീസ് ചെയ്ത് കണ്ടിട്ടില്ല. ആ പുസ്തകത്തിൽ അന്ന് ഞാൻ വായിച്ചത് രാഷ്ട്രപതി ഭവനിലുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം എഴുതിയ കവിതകളും ഒരു ഗുഡ് ലീഡർ എങ്ങനെയായിരിക്കണം, എങ്ങനെ നമുക്ക് വിജയം കൈവരിക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ്.
അതിൻ്റെ കുറച്ചുകൂടി വ്യക്തമായ വിവരണമാണ് ഈ ആത്മകഥ എന്നെനിക്ക് തോന്നി. അദ്ദേഹം നല്ലൊരു ലീഡറായിരുന്നു, നല്ലൊരു മാനേജ്മെൻറ്റ് സ്കില്ലുള്ള ആളായിരുന്നു. ആ കാര്യം അദ്ദേഹം സധൈര്യത്തോടുകൂടി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത്തരം ശീലങ്ങൾ കഠിനാധ്വാനത്തോടുകൂടി നിരന്തരമായ അറിവ് സമ്പാദിക്കുന്നതിലൂടെ നമ്മുടെ വ്യക്തിത്വത്തെ വാനോളം ഉയർത്തുന്നു എന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നു. ഈ പുസ്തകം കുട്ടികൾക്ക് തീർച്ചയായും സമ്മാനമായി നൽകേണ്ട ഒന്നാണെന്ന് ഞാൻ പറയും. വീഡിയോ ഗെയിമുകളും ഉടുപ്പുകളും മറ്റ് ലക്ഷറി വസ്തുക്കളും വാങ്ങി നൽകുമ്പോൾ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണ് ഇത്തരം പുസ്തകങ്ങൾ. അതായത് ഒരു പുസ്തകം വായിക്കുന്നതിലൂടെ നമ്മൾ ഒരുപാട് ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുകയാണ്. അതിൽ നിന്ന് സാംശീകരിക്കുന്ന അറിവ് അത്രയേറെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് കഴിയുമെങ്കിൽ എല്ലാവരും ഈ ശീലം വളർത്തിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ പുസ്തകം നിർബന്ധമായും വായിച്ചിരിക്കണം എന്ന് വീണ്ടും വീണ്ടും പറയുന്നു. നന്ദി.